ഇന്നലെ രാവിലെ പള്ളിയിൽ പോയില്ല കേട്ടോ. പിന്നെ സൺഡേ സ്കൂളും ഉണ്ടായിരുന്നില്ലല്ലോ. മഴയായിരിക്കും എന്ന് വിചാരിച്ചെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെയിലായിരുന്നല്ലോ. സാധാരണ എപ്പോൾ ബോൾ ഇട്ടാലും അതിൻ്റെ ഉള്ളിട്ട് പോകാറില്ല കേട്ടോ. ഇന്നലെ പതിവില്ലാതെ ബോൾ അങ്ങ് കറക്റ്റായിട്ട് വീണേ. ഞാനൂട്ടിയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വെച്ചിട്ടങ്ങ് സെറ്റ് ആവില്ലാന്ന് പറഞ്ഞ് സൈഡിൽ നിന്ന് അറിയാൻ തുടങ്ങി. തിങ്കളാഴ്ച കൊടുക്കാനുള്ള കേക്കിൽ കുറച്ച് പണി ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷോപ്പിലേക്ക് പോകാനായിട്ട് ഇറങ്ങിട്ടോ. കറക്റ്റ് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വെള്ളം വേണമെന്ന് ആക്ഷൻ കാണിക്കാട്ടോ ആള്. ഇതെനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. ചേട്ടായിക്ക് ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ പുറകെ തന്നെ ആളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. സ്കൂൾ വന്നിട്ട് 2 മാസം ആയിട്ടുള്ളൂ എങ്കിലും ഞാനോട്ടിക്ക് ഇപ്പോൾ മേടിക്കാൻ പോണത് 3ാമത്തെ വാട്ടർ ബോട്ടിലാണ്. ഇതെങ്കിലും കുറച്ച് നാൾ യൂസ് ചെയ്യണോട്ടോ എന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ മേടിച്ചു കൊടുത്തത്. അവിടെ നിന്ന് നേരെ KPNലേക്ക് വന്നേ. ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കാൻ പറച്ചിലായിരുന്നു കേട്ടോ. എന്നാൽ കുറച്ച് കിഴങ്ങ് മേടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണേ. സാധാരണ അവിടെ എന്ന് ചെന്നാലും ബില്ലിങ്ങിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ അത്യാവശ്യം വേണ്ടത് മാത്രം വാരിപ്പറക്കി എടുത്തിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിലേക്ക് വന്നേ. പിന്നെ ഭയങ്കര പടം വരെയും കളറിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. കേക്കിൽ ചെയ്യാണ്ടായിരുന്ന കുറച്ച് പണികളൊക്കെ ചെയ്ത് ചെയ്തിട്ട് പോരാനായിട്ട് ഇറങ്ങിയപ്പോൾ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ തന്നെ അങ്ങ് വീട്ടിലേക്ക് പോന്നേ. പിന്നെ അടുത്ത പരിപാടി തോട് കാണാൻ പോരലായിരുന്നു കേട്ടോ. മഴ നിർത്താതെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറച്ചും ആൾക്കാരായിരിക്കും കേട്ടോ മീൻ പിടിക്കാനായിട്ട്. ഞങ്ങൾ തനിച്ചായതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ നിന്നില്ലേ. പോരാൻ തുടങ്ങിയപ്പോൾ നാനൂട്ടിയുടെ സനൽച്ചാച്ചയൊക്കെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. വീട്ടിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നാനൂട്ടിക്ക് കാലുവേദന എടുക്കുക തിരുമ്മി കൊടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ കാൽ തിരുമ്മലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയിലേക്ക് കയറി കേട്ടോ. നാനൂട്ടിയാണെങ്കിൽ എന്തെങ്കിലും പണി ചെയ്തു തരാം, എന്താ ചെയ്യേണ്ടതെന്ന് പറയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിപ്പായിരുന്നേ. വെള്ളം കുറച്ച് ചൂടാവാൻ വെച്ചിട്ടാട്ടോ ഞാൻ കിഴങ്ങറിയാൻ നിന്നത്. നാനൂട്ടിക്കാണെങ്കിൽ അവധി കിട്ടുമെന്നുള്ള ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇടയ്ക്ക് പോയി ഫോണൊക്കെ എടുത്ത് നോക്കി ഇനി വല്ല അവധി ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല എന്നൊക്കെ ഇരുന്ന് പറയുമായിരുന്നേ. എനിക്കാണെങ്കിൽ തിങ്കളാഴ്ച കേൾക്കണോണ്ട് അവധിയൊന്നും വേണ്ടാന്ന് ഞാൻ പറയണത് ഇഷ്ടപ്പെടില്ല കേട്ടോ ആൾക്ക്. മഴയൊന്നുമില്ലാതെ കളക്ടർ ചുമ്മാ ഒന്നും അവധി തരില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞേ. അത് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നുണ്ടായില്ലേ. മിമ്മി ഒന്നും മിണ്ടാതിരിക്കാമോ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടോ. പിന്നെ അങ്ങനെ നാനൂട്ടിയുടെ കുളിയും കഴിഞ്ഞ് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് കയറി. കോണും മഷ്റൂമൊക്കെ ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. കോൺ മേടിച്ചിട്ട് കുറച്ച് ദിവസം ആയിരുന്നു കേട്ടോ. ഇനിയും വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് കളയേണ്ടി വരും എന്ന് തോന്നിയിട്ടാട്ടോ ഉച്ചയ്ക്കെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചത്. അവിടെ തുടച്ച് പറക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ തുണി മടക്കാൻ വേണ്ടി നിന്നേ. രാവിലെ തുണി എടുക്കാൻ കയറിയപ്പോൾ എടുത്തോണ്ട് തുണികളാട്ടോ. പിന്നെ മടക്കാന്നും പറഞ്ഞ് അങ്ങനെ ഇട്ടതാണേ. വേഗം അതും അങ്ങ് മടക്കി എടുത്തു കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.